ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാന്താണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ് വളരെ സംഭവബഹുലമായിരുന്നു. കാരണം രണ്ട് പ്രധാനപ്പെട്ട ഇവന്റുകളാണ് ഇന്ന് നിഫ്റ്റിയെ സ്വാധീനിച്ചത്. ഒന്ന് മോണിറ്ററി പോളിസി RBIയുടെ, അതുപോലെ തന്നെ ആഴ്ചയുടെ വീക്കിലി എക്സ്പയറി എന്ന് പറയുന്ന നിഫ്റ്റിയുടെ ഇൻഡെക്സിന്റെ വീക്കിലി എക്സ്പയറി. ഈ രണ്ട് സ്വാധീനങ്ങളാണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. അതിന്റെ ഫലമായിട്ട് നിഫ്റ്റി കുറച്ച് വോളറ്റൈലായി അവസാനം പോസിറ്റീവ് നോട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് പ്ലസ് നാളത്തെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് പോകാം. നിഫ്റ്റി അവസാനം 11,100 അവസാനിച്ചിരിക്കുന്നത്. 98 പോയിന്റിന്റെ അപ്സൈഡാണ് കാണിച്ചത്. സെൻസെക്സും 38,25 ആ 362 പോയിന്റിന്റെ അപ്സൈഡാണ് കാണിച്ചത്. ഇതിൽ FIIസിനെയും DIസിനെയും ബൈസ് നോക്കിക്കഴിഞ്ഞാൽ FII 637 കോടി രൂപയുടെ ബൈ ആണ് നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 468 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ രണ്ട് പ്രധാനപ്പെട്ട, നിഫ്റ്റി ഓപ്പൺ ചെയ്തത് തന്നെ 11,185 അവിടുന്ന് നിഫ്റ്റി ഉണ്ടാക്കിയ ഏറ്റവും ഹൈ എന്ന് പറയുന്നത് 11,256. നമ്മൾ ഇന്നലെ 250, 300, 350 റേഞ്ചാണ് അപ്പർ ക്യാപ്പായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ലോ സൈഡ് വന്നത് 11,127. ഒരിക്കൽ പോലും 11,000 താഴേക്ക് നിഫ്റ്റി വന്നിട്ടില്ല. അതുപോലെ തന്നെ 10,800, 700 എക്സ്പയറി ചെയ്തത് വളരെ നെഗറ്റീവായിട്ട് തന്നെ നമ്മൾ പ്രതിഫലിച്ചു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് തന്നെയാണ് നാളെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നാളെ ഇപ്പോൾ 11,200 ക്ലോസ് ചെയ്തിരിക്കുന്ന നിഫ്റ്റിക്ക് മുകളിലേക്ക് പോകുമ്പോൾ ആദ്യം 260 ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ 11,350, 11,260, അതായത് ഇവിടെ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 60 പോയിന്റ് അപ്സൈഡ്, പിന്നെ 350 അപ്പർ ക്യാപ്പായിട്ട് നമ്മൾ കാണേണ്ടത്. അതിന് മുകളിലേക്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയാം, ഒരു ചെറിയ അടുത്ത ബുള്ളിഷ് ലെഗിലേക്ക് നിഫ്റ്റി കടക്കുമെന്ന് പറയാം. പിന്നെ അടുത്തുള്ള റെസിസ്റ്റൻസ് നമുക്ക് അടുത്തത് 500 ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് കാണേണ്ടത്. അതുപോലെ തന്നെ ഡൗൺ സൈഡ് ഇപ്പോൾ 11,200 ക്ലോസ് ചെയ്ത നിഫ്റ്റിക്ക് അടുത്ത ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ 11,080 ആദ്യത്തെ റെസിഡൻസ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 11,140 അടുത്ത സപ്പോർട്ടായിട്ട് വോട്ട് ചെയ്യാം. അതായത് ഓൾ ടുഗെദർ നിഫ്റ്റി ചെയ്യാൻ പോകുന്ന റേഞ്ച് ബ്രോഡ് റേഞ്ച് എന്ന് പറയുന്നത് 10,900 മുതൽ 11,350 വരെയുള്ള റേഞ്ചാണ്. ഈ റേഞ്ച് 10,900 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിലും ഒരു ബാരിഷ് ട്രെൻഡിലേക്ക് പോകും, ചെറിയൊരു നെഗറ്റിവിസം ഫീൽ ചെയ്യും. 11,300 നമുക്ക് നാളെ മുകളിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാലും വീക്കിലി ഒരു നല്ല പോസിറ്റീവ് ക്ലോസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത കാഴ്ചത്തെ ക്യൂസ് തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ ഒരു അടുത്ത ബുൾ ട്രെൻഡ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ നമ്മുടെ വിക്സ് ഇൻഡെക്സ് നോക്കുമ്പോഴും ഒരു ബുള്ളുകൾക്ക്, അതായത് മുകളിലേക്ക് പോകുന്ന ഇൻഡെക്സിന്റെ ഒരു ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത് ഇതുവരെ. പക്ഷേ ഇത് ആലോചിക്കുക, നമ്മളെപ്പോഴും ഏർണിങ്സും ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള പെസിമിസ്റ്റിക് ആയിട്ടുള്ള എക്കോണമിക് ഡാറ്റയിൽ ഒരു എക്കോണമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും സ്വാധീനിക്കാം. വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കാരണം പൊസിഷൻസ് ലൈറ്റ് ചെയ്യുക, മാക്സിമം ഓവർനൈറ്റ് പൊസിഷൻസ് ഒഴിവാക്കുക എന്ന് തന്നെയാണ് എൻ്റെ അഡ്വൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യണം. ഒന്ന് മോണിറ്ററി പോളിസി തന്നെയാണ്. മോണിറ്ററി പോളിസി നോക്കുമ്പോൾ RBI റേറ്റ് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. റിപ്പോ റേറ്റ് 4% തന്നെ വെച്ചു. അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ 3.35% തന്നെ വെച്ചിരിക്കുകയാണ്. റേറ്റ് കട്ടുകളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തതുമില്ല. മിക്കവാറും റേറ്റ് കട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മാർക്കറ്റും എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയൊരു വോളറ്റാലിറ്റി അവിടെ കണ്ടില്ല, മാർക്കറ്റ് റേറ്റിൽ ഒന്നും ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ല ന്യൂസാണ്. കാരണം അവരുടെ FD റേറ്റുകളൊന്നും കുറയാൻ പോകുന്നില്ല. കാരണം റിപ്പോ റേറ്റുകൾ കുറക്കാത്തത് കൊണ്ട് തന്നെ ഡെപ്പോസിറ്റുകളിലൊന്നും വലിയ കുറവുകൾ വരാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പുതിയതായിട്ട് ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിട്ടും പുതിയ ലോൺ വളരെ ചെറിയ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. അവരെ സംബന്ധിച്ചിട്ടും ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിന് ലോൺ എടുക്കാം എന്നുള്ള ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഇനി ഇപ്പം ഈ കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള കിട്ടാക്കടങ്ങളെ പെട്ടെന്ന് തന്നെ നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് അങ്ങ് പ്രഖ്യാപിക്കേണ്ട എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിനെ വേറൊരു രീതിയിൽ, സ്ട്രെസ്ഡ് അസറ്റിനെ വേറൊരു രീതിയിലേക്കാക്കി മാറ്റുക. എന്നിട്ട് അത് ക്വാളിഫൈ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ക്വാളിഫൈ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാത്രം നോൺ പെർഫോമിംഗ് അസറ്റാക്കി മാറ്റുക. അതായത് ബാങ്കുകളുടെ കിട്ടാക്കടങ്ങളെ പെട്ടെന്ന് കിട്ടാക്കടങ്ങൾ എന്ന കാറ്റഗറിയിലേക്ക് എഴുതി തള്ളാൻ വേണ്ട ആ ഒരു രീതിയിൽ പ്രൊവിഷൻ വെച്ചിട്ട്, അതായത് ഏത് ഡെപ്റ്റിന് അഗേൻസ്റ്റ് ആണോ നിങ്ങൾക്ക് 10% അധികം പ്രൊവിഷൻ ഉള്ളത്, അതുപോലെ തന്നെ മാർച്ച് 1 വരെ ക്ലിയർ ആയിട്ട് സ്റ്റാൻഡേർഡ് അസറ്റായിട്ട് തന്നെ നിന്നത്, അതായത് പ്രശ്നങ്ങളൊന്നും വരുത്താതെ വീഴ്ചയൊന്നും വരുത്താത്ത ലോണുകളാണെങ്കിൽ അവയെ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ 3 മാസത്തെ പ്രശ്നം കൊണ്ട് അവരെ നോൺ പെർഫോമിംഗ് അസറ്റാക്കി മാറ്റേണ്ട, അതിന് വേറൊരു വിൻഡോ തുറന്നു തരികയാണ് RBI ചെയ്തത്. അതുതന്നെ ബാങ്കുകളുടെ NPA കുറയാൻ കാരണമാകും.
അത് KV കാമത്ത്, ICICIയുടെ മുൻ ചെയർമാനായിട്ടുള്ള KV കാമത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി തന്നെ അതിനുവേണ്ടി ഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ വരും ദിവസങ്ങളിൽ അവരുടെ വിശകലനം ഉണ്ടാവും. അത് മാർക്കറ്റ് വളരെ പോസിറ്റീവോടുകൂടിയാണ് കണ്ടത്. പ്രത്യേകിച്ചും ബാങ്കുകളുടെ NPA കുറയും എന്നുള്ളത് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ വളരെയേറെ മുന്നേറ്റം നമുക്കതിന് കാണാൻ സാധിച്ചു. ഇത് മാർച്ച് 31, 2021 വരെയാണ് ഇതിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഗ്രോത്ത്, അതുപോലെ തന്നെ ഇൻഫ്ലാഷൻ, ഈ രണ്ട് കാര്യങ്ങളെയും RBI കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ RBI തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് സപ്ലൈ ഡിസ്ട്രപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അതായത് വിതരണങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ റൂറൽ ഡിമാൻഡ് പിക്കപ്പ് ചെയ്യുന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞു. റൂറൽ ഡിമാൻഡ് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചറൽ അതായത് മൺസൂൺ പോസിറ്റീവാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡിമാൻഡ്, പിന്നെ റൂറൽ ഡിമാൻഡ് പിക്കപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത അവർ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഫുഡ് ഇൻഫ്ലാഷൻ കുറച്ചുകൂടി കൂടാനുള്ള സാധ്യത RBI കണക്കാക്കിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞത് GDP ഫിഗർ 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ GDP ഫിഗർ ഇന്ത്യയുടെ മൈനസ് ആയി പോലും വരാൻ സാധിക്കും. അതായത് നെഗറ്റീവ് വരെ വരാം എന്നുള്ള ഒരു കാഴ്ച ഓൾറെഡി അത് ജനങ്ങളുടെ മുന്നിലേക്ക് RBI ഗവർണർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത് ബോറോവേഴ്സ് ആൻഡ് ലെൻഡേഴ്സിനെ സംബന്ധിച്ചിട്ട് ഇൻഫ്ലാഷൻ വിൽ ബി വെരി അണ്ടർ കൺട്രോൾ എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും അതൊരു ക്ലാരിറ്റി വരാത്തൊരിതാണ്. ഇൻഫ്ലാഷൻ കൂടാൻ തന്നെയാണ് സാധ്യത എന്നുള്ള രീതിയിലാണ് RBI ഗവർണർ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ മുത്തൂറ്റ്, മണപ്പുറം സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന വ്യതിയാനം എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതൊരു ഘട്ടത്തിൽ RBI പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലോണ് കൊടുക്കാൻ, അതായത് ഗോൾഡ് ലോൺ കമ്പനികൾ അവർ ഗോൾഡാണ് സെക്യൂരിറ്റി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തരുന്ന ഗോൾഡിൻ്റെ 90% വരെ വാല്യൂ ലോണായിട്ട് കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഇത് കേട്ട അവസരത്തിലാണ് ഗോൾഡ് ലോൺ കമ്പനികൾ വളരെ പോസിറ്റീവായിട്ട് ട്രിഗർ ചെയ്ത് വന്നത്. പക്ഷേ അതിനുശേഷം അവർ വ്യക്തമാക്കി, ഇത് ഗോൾഡ് ലോൺ 90% എന്നുള്ളത് ഇപ്പോൾ 75% വരെയുള്ള വാല്യൂ മാത്രമാണ് ലോണായിട്ട് കൊടുക്കുന്നത്. അത് 90 ആക്കി എന്ന് പറയുമ്പോൾ കൂടുതൽ ലോൺ കൊടുക്കാനുള്ള അവസരം കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇത്രയും ഗോൾഡ് അവർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. 10% ഹെയർ കട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 10% കുറവ് മാത്രമേ ഉള്ളൂ, അത് അവർക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഒരു ഗൈഡ് ലൈൻ വന്നത് ഇത് ബാങ്കുകൾക്കാണ്, NBFCകൾക്ക് ബാധകമല്ല. NBFCകൾക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന 75% ക്യാപ്പ് തന്നെയാണ്. പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ ഗോൾഡ് വായ്പകൾ ഒന്നുകൂടി ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഒരു പ്രത്യേക പ്രൊവിഷൻ കൊടുത്തതാണിത്. അല്ലാതെ NBFCകൾക്ക് ഇത് ബാധകമല്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു അനാലിസിസ് വന്നു. അതിനുശേഷമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു തുടങ്ങിയത്. പിന്നെ പലതരത്തിലുള്ള അനാലിസിസുകൾ പുറത്തേക്ക് വന്നു. അതായത് ഇൻ കേസ് ഗോൾഡിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ, ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റിക്കവറിയൊക്കെ പല എക്കോണമിയിലും സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ആ ഒരു എക്കോണമിക് പെസിമിസം കൊണ്ടാണ് ഗോൾഡിൻ്റെ പ്രൈസ് ഇങ്ങനെ കയറി വരുന്നത്. അപ്പം ഗോൾഡിൻ്റെ പ്രൈസ് ഇൻ കേസ് താഴെ വരികയാണെങ്കിൽ ഇവർ ഓഫർ ചെയ്യുന്ന, അതായത് 90% ലോണും കൊടുക്കുന്നു, അത് കിട്ടാക്കടവായി മാറിക്കഴിഞ്ഞാൽ, ഗോൾഡിൻ്റെ പ്രൈസ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പനികൾക്കും ഈ പറയുന്ന ഗോൾഡ് ലോൺ കമ്പനികൾക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊരു ചർച്ച വന്നു. അതിനുശേഷമാണ് പതുക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. പക്ഷേ മണപ്പുറവും മുത്തൂറ്റും എനിക്ക് തോന്നുന്നു അവരുടെ കയ്യിൽ ഓൾറെഡി അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ടൺ കണക്കിന് ഗോൾഡാണ് കിടക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ തിരിച്ചു കയറി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് ഈ ഒരു ടെമ്പററി ന്യൂസിനെ മാത്രം ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് മണപ്പുറത്തിലും മുത്തൂറ്റിലും പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരിക്കുന്നത്. പക്ഷേ വളരെ ലോവർ സൈഡിൽ നമുക്ക് കാണാൻ പറ്റിയത് വളരെ നല്ല ബൈയിങ് നടക്കുന്നതായിട്ട് കണ്ടു. പക്ഷേ മുത്തൂറ്റിൻ്റെ 1200 താഴെ വന്നപ്പോൾ ചാർട്ട് പാറ്റേണും ഒക്കെ വീക്കായി മാറിയിട്ടുണ്ട്. അത്രമാത്രം താഴേക്ക് വരും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. പക്ഷേ അത് കാണിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കുകൾ അത്ര വീക്കായാൽ പോലും വരുന്ന ദിവസങ്ങളിൽ ഇവരുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസും മറ്റും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു അപ്സൈഡിനുള്ള സാധ്യത തന്നെയാണ് ഒരു 6 months to 1 year പ്രോസ്പെക്റ്റീവിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഡിപ്പിലും ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് കേസുകൾ, ഈ പറയുന്ന ഹൈ കോർപ്പറേറ്റ് ലിവറേജ് ഉള്ള, അതല്ലെങ്കിൽ ഹൈ കോർപ്പറേറ്റ് ലോണുകളുള്ള ബാങ്കുകളായിട്ടുള്ള CSB, കാത്തലിക് സിറിയൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, യെസ് ബാങ്ക്, RBL ബാങ്ക്, ബന്ധൻ ബാങ്ക്, കരൂർ വൈശ്യ, അതുപോലെ തന്നെ ലക്ഷ്മി വിലാസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നീ ബാങ്കുകൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെയാണ് വരുത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അഗ്രികൾച്ചറൽ ലോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്ന കാര്യം ഫെഡറൽ ബാങ്കിനും ഇൻഡസിൻഡ് ബാങ്ക് പോലുള്ള ബാങ്കുകൾക്കും പോസിറ്റീവായിട്ട് തന്നെയാണ് ഡിസ്കൗണ്ട് ചെയ്യുക. ICICI ബാങ്ക് പോലുള്ള ബാങ്കുകൾക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ക്രെഡിറ്റ് പോളിസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് റിസൾട്ട് അപ്ഡേറ്റ്സ് ആണ്.
പല റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. വഡാഫോൺ ഐഡിയയുടെ റിസൾട്ട് വന്നു. 25,460 കോടി രൂപയുടെ ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 11,640 കോടി രൂപയുടെ നഷ്ടം കാണിച്ചെടുത്താണ് 25,000 കോടി രൂപയുടെ നഷ്ടം കാണിക്കുന്നത്. അതിൽ വരുമാനം എന്ന് പറയുന്നത് റവന്യൂ കാണിക്കുന്നത് 10,650 കോടി രൂപയുടെ വരുമാനമാണ്. കഴിഞ്ഞ ക്വാർട്ടർ 11,750 കോടി രൂപയുടെ വരുമാനം ഉണ്ടായിടത്താണ് ഇപ്പം കുറഞ്ഞിട്ട് 10,650 കോടിയായിട്ട് മാറിയത്. അതുപോലെ തന്നെ പ്രൊവിഷൻ കമ്പനി പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. 25,460 കോടി രൂപ ലോസ് എന്ന് പറയുന്നത് 19,440 കോടി രൂപയും പ്രൊവിഷനാണ്. അതായത് ADR ഏപ്രിൽ ടു ജൂൺ മന്തിലെ 3 മാസത്തെ ക്വാർട്ടറിലെ ADR ഡ്യൂ അടക്കാനുള്ള ഒരു പ്രൊവിഷൻ വെച്ചതുകൊണ്ടാണ് ഇത്രയും. അതായത് 25,460 19,000 കുറച്ച് കഴിഞ്ഞാൽ ലോസ് ശരിക്കും 6,000 കോടി രൂപയുടെ ലോസാണ് വന്നിരിക്കുന്നത്. ബാക്കി പ്രൊവിഷനായിട്ട് വെച്ച ലോസാണെന്ന് ഓർമ്മിക്കുക. അതൊരു സുമിറ്റോമ കെമിക്കൽസ് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരുന്നു. 79.4 crore റുപ്പീസിന്റെ പ്രോഫിറ്റാണ് കാണിച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 53 കോടി രൂപ പ്രോഫിറ്റ് കാണിച്ചെടുത്ത് ഇപ്പോൾ 79 കോടി രൂപ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ റവന്യൂവിലും വർധനമുണ്ട്. 630 കോടി രൂപയുടെ റവന്യൂ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ 650 കോടി രൂപയുടെ വരുമാനമാണ് കമ്പനി കാണിക്കുന്നത്. BASFന്റെ ഒരു റിസൾട്ടായിരുന്നു ഞാൻ പോസിറ്റീവായിട്ട് എക്സ്പെക്ട് ചെയ്തു, പക്ഷേ നെഗറ്റീവായിട്ടാണ് വന്നത്. ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ കമ്പനി നല്ല ക്വാളിറ്റി കെമിക്കൽ കമ്പനിയാണ്. അതിനെ ഓരോ ഡിപ്പിലും നിങ്ങൾക്ക് ഓരോന്ന് വെച്ചിട്ടോ ഓരോന്ന് പോലും മേടിച്ചിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി താഴേക്ക് സ്റ്റോക്ക് വരുന്നുണ്ടെങ്കിൽ അത് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. ഞാൻ വളരെ പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് BASF എന്ന് പറയുന്ന കെമിക്കൽ കമ്പനി. ഇനി നാളെ റിസൾട്ടുള്ള കുറച്ച് കമ്പനികളെ നമുക്ക് നോക്കാം. നാളത്തെ റിസൾട്ടുള്ള കമ്പനികൾ എന്ന് പറയുന്നത് അബൌട്ട് ഇന്ത്യ, അദാനി ട്രാൻസ്മിഷൻ, AB Capital, അലംബിക് ലിമിറ്റഡ്, അമരരാജ ബാറ്ററീസ്, അംബർ എന്റർപ്രൈസസ്, ബൽറാംപൂർ ചിനി, ബാറ്റ, ബിർള കോർപ്പറേഷൻ, സിപ്ല ലിമിറ്റഡ്, കോൺകോർ അതായത് കണ്ടെയ്നർ കോർപ്പറേഷൻ, ഇമാമി, FDC, ഫിനോലെക്സ്, MGL, M&M ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇത്രയും കമ്പനി വളരെ നല്ല കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട്. ഇതിൽ M&Mന്റെ കമ്പനി റിസൾട്ട് നമ്മൾ നെഗറ്റീവായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ജൂലൈയിൽ അവരുടെ സെയിൽസും അതുപോലെ തന്നെ ട്രാക്ടർ സെയിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏപ്രിൽ ടു ജൂൺ മന്തിൽ ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് അത്രമാത്രം ഏറ്റവും നല്ല ലോക്ക്ഡൗൺ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഏകദേശം 75 to 80% അപ്പോൾ സെയിൽസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കായിട്ടുള്ള ഒരു മാർജിനിലും പ്രഷർ വരുന്നതെന്ന് എനിക്കാണ് വിചാരിക്കുന്നത്. ട്രാക്ടർ സെയിൽസിൽ മാത്രമാണ് നേരിയൊരു പിടിച്ചു നിൽക്കൽ അവർക്ക് നിർത്താൻ പറ്റിയത്. പാസഞ്ചർ വെഹിക്കിളും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ഒക്കെ അവർ വളരെയേറെ നെഗറ്റിവിറ്റി നേരിട്ട ഒരു സമയമായിരുന്നു ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട്. അപ്പോൾ അതെന്തായാലും നെഗറ്റീവായിട്ട് വരാൻ തന്നെയാണ് കാരണം. AB ക്യാപിറ്റലും നമുക്ക് റിസൾട്ട് ന്യൂട്രൽ ആയിട്ടാണ് വരുന്നത്. ബിർള കോർപ്പ്, ബാറ്റ ഓൾറെഡി ഇപ്പം റിസൾട്ടിന് ഹെഡായിട്ട് ഇന്ന് ഷോർട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ട് കാണുന്നുണ്ട് ബാറ്റയിൽ. സിപ്ല ഒരു പോസിറ്റീവ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കോൺകോർ, ഏറ്റവും കൂടുതൽ അംബർ എന്റർപ്രൈസസ് നമ്മൾ നോക്കേണ്ട റിസൾട്ടാണ്. പോസിറ്റീവാണ് എക്സ്പെക്ടേഷൻ. അംബർ ഇനിയിപ്പം BASF പോലെ ഒരു മാജിക് അവസാന നിമിഷം വന്നേക്കുമെന്ന് അറിയില്ല. പോസിറ്റീവ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് നെഗറ്റീവിലേക്ക് പോയത്. പക്ഷേ അംബർ എന്റർപ്രൈസസിന്റെ റിസൾട്ട് നാളെ നമുക്ക് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച റിസൾട്ടുള്ള ചില കമ്പനികൾ നോക്കാം. അവിടെയും നാളെ ചിലപ്പോൾ ആക്ഷൻസ് വന്നേക്കാം. FLA, അതുപോലെ തന്നെ DCB ബാങ്ക്, ബജാജ് ഹിന്ദുസ്ഥാൻ, ഡിവിസ് ലാബ്, മെഗ്മ ഫിൻകോർപ്പ്, മാൻ ഇൻഫ്രാസ്ട്രക്ചർ, നിയോജൻ കെമിക്കൽസ്. എൻ്റെ പേഴ്സണലായിട്ട് ഉള്ള ഒരു വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ് നിയോജൻ കെമിക്കൽസ്. റാംകോ സിസ്റ്റംസ് എൻ്റെ ഒരു പിക്കായിരുന്നു. അത് വളരെയേറെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാരദ എനർജി, ശില്പ മെഡിക്കെയർ, TVS ഇലക്ട്രോണിക്സ്, വണ്ടർല ഹോളിഡേയ്സ്, സി ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇതിൻ്റെ സി ടെക്നോളജീസിൻ്റെ റിസൾട്ടും ശനിയാഴ്ചയാണ് വരുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മൂവ് നമുക്ക് നാളെ ചിലപ്പം ഈ സ്റ്റോക്കുകളിൽ കാണാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് ന്യൂസുകൾ നമുക്ക് നോക്കാം. അതായത് മൊറട്ടോറിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ്, RBI പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. മൊറട്ടോറിയത്തെ കുറിച്ച് RBI ഗവർണർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതായത് ലോൺ ഈ 31 ഓഗസ്റ്റിനേക്ക് തീരുകയാണ് മൊറട്ടോറിയം കാലാവധി. അത് നീട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊന്നും പറയാത്തിടത്തോളം കാലം ഇനിയിപ്പം സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയോ മൊറട്ടോറിയം നീട്ടിക്കൊണ്ട് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുകയോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ 6 ബാങ്കുകളുടെ ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. 6 ബാങ്കുകൾ, അതായത് HDFC, ICICI, ആക്സിസ്, കൊടാക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, RBL, ഈ 6 ബാങ്കുകളുടെ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. അതായത് അവരുടെ കസ്റ്റമേഴ്സ് മൊറട്ടോറിയം തുടങ്ങിയ സമയത്ത്, അതായത് ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത്, ഇപ്പോൾ HDFCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 21% അവരുടെ ലോൺ, ടോട്ടൽ ലോണിന്റെ 21% മൊറട്ടോറിയം അവെയിൽ ചെയ്ത കസ്റ്റമേഴ്സ് ആയിരുന്നു.
പക്ഷെ പിന്നീട് അവരുടെ മൊറട്ടോറിയത്തിന്റെ സത്യം മനസ്സിലാക്കി ഇത് അവരുടെ ലാബിലിറ്റി പിന്നീട് കൂട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ 21% നിന്നും 7% കുറഞ്ഞിട്ടുണ്ട് മൊറട്ടോറിയം. ഇപ്പം ആകെ ലോണിന്റെ 7% മാത്രമേ മൊറട്ടോറിയം അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തിരിച്ച് ലോൺ അടച്ചു തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ICICI ബാങ്കിന്റെ 30% ഉണ്ടായിരുന്ന മൊറട്ടോറിയം അവൈലബിൾ ആയിട്ടുള്ള ലോൺ ഇപ്പം 17% കുറഞ്ഞിട്ടുണ്ട്. ആക്സിസ് ബാങ്കിന്റെ 28% ടോട്ടൽ ലോൺ ബുക്കിന്റെ 28% മൊറട്ടോറിയം അവൈലബിൾ എന്ന കസ്റ്റമർ ആയിരുന്നു. അത് കുറഞ്ഞിട്ട് വെറും 9.7% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൊഡാക് ബാങ്കിന്റെ 26% മൊത്തം ലോൺ ബുക്കിൽ ഉണ്ടായിരുന്നത് മൊറട്ടോറിയം അവൈലബിൾ ആയിട്ടുള്ളത്. അത് കുറഞ്ഞിട്ട് 9.65% കുറഞ്ഞിട്ടുണ്ട്. ഇൻഡസിൻഡ് ബാങ്കിന്റെ 30% ഉണ്ടായിരുന്ന മൊറട്ടോറിയം കസ്റ്റമേഴ്സ് ഇപ്പം വെറും 16% കുറഞ്ഞു. RBL ബാങ്കിനാണ് ഏറ്റവും കൂടുതൽ 33%. അതിന്റെ പേരിൽ ഒരുപാട് പഴി കേട്ട് വളരെയേറെ കറക്ഷൻ വന്ന ഒരു ബാങ്കായിരുന്നു RBL ബാങ്ക്. 33% ഉണ്ടായിരുന്ന ടോട്ടൽ ലോൺ ബുക്കിന്റെ മൊറട്ടോറിയം ഇപ്പം വെറും കുറഞ്ഞ് 13.7% ഉണ്ടായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ബാങ്കുകളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ്. കാരണം ഇത്രയും വലിയ രീതിയിൽ ആൾക്കാർ ബാങ്കുകളിലേക്ക് പൈസ തിരിച്ചടക്കാൻ തുടങ്ങി. ഇതിന് കാരണമായിട്ട് പറയുന്നത് രണ്ട് കാര്യമാണ്. ആൾക്കാർ ക്യാഷ് പ്രിസർവ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ ക്യാഷ് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മൊറട്ടോറിയം എടുത്തത്. കാരണം അത്രയും കാലം ഇനി എത്ര കാലം ജോബ് ഇല്ലാതെ നിൽക്കേണ്ടി വരും, ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തിലാണ് ആൾക്കാർ ലോൺ അടക്കാതെ മൊറട്ടോറിയം എടുത്തത്. പക്ഷെ അതിനുശേഷം അവർ സത്യാവസ്ഥ മനസ്സിലാക്കി. പക്ഷെ സത്യത്തിൽ പറയുമ്പോൾ ഇപ്പം പുറത്തു വരുന്ന ഡാറ്റ കാണിക്കുന്നത് അത്രമാത്രം കോർപ്പറേറ്റ് ജോബുകൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ കോർപ്പറേറ്റ് ജോബുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ സാലറി എല്ലാവർക്കും മിക്കവാറും പെർസെൻറ്റേജ് കട്ടുണ്ടെങ്കിൽ പോലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബോണസുകളൊന്നും കിട്ടിയിട്ടില്ല, ഇൻക്രിമെന്റുകൾ കിട്ടിയിട്ടില്ല എന്നുള്ള ഡാറ്റകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇതൊക്കെയാണ് ആൾക്കാരെ തിരിച്ച് ലോണുകൾ അടക്കാൻ പ്രേരിപ്പിച്ചതെന്നുള്ള ഡാറ്റ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെന്തായാലും ഇത് സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് പ്രൈവറ്റ് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് ഇത് കാണിക്കുന്നത്. ഇനി നമുക്ക് വേറെ കുറച്ച് ന്യൂസുകൾ നോക്കാം. ന്യൂസുകൾ വരുന്നത് HDFC ബാങ്ക് 23,000 കോടി രൂപയുടെ ഒരു QIPയും കൂടി വരികയാണ്. ഷെയറുകളായിട്ടും നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സുമായിട്ട് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ പോവാണ് HDFC. 23,000 കോടി രൂപയുടെ ഷെയർസാണ് വരുന്നത്. ഇതിന് പൈസയും നിശ്ചയിച്ചിട്ടുണ്ട്. 1,838 രൂപ വെച്ചിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആൽക്കം ലബോറട്ടറീസിന്റെ ഒരു മെഡിസിൻ പുറത്തേക്ക് വന്നിരിക്കുന്നു, അഫ്ലുവൻസ് ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്ത്യയിലെ കൊറോണയെ ട്രീറ്റ് ചെയ്യാൻ സൺഫാർമ ഇന്നലെ ഇറക്കിയ പോലെയുള്ള അതേ കോമ്പിനേഷനിലുള്ള ഡ്രഗാണ്. അത് മൈൽഡ് ടു മോഡറേറ്റ് കൊറോണ പേഷ്യൻസിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രഗായിട്ടാണ് ആൽക്കം ലബോറട്ടറീസിനെ കാണിക്കുന്നത്, അവരുടെ ഒരു ലാബ് പുറത്തു വെച്ചിരിക്കുന്നത്. ഇത് ആ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. അതുപോലെ തന്നെ 1,000 കോടി രൂപയുടെ ഒരു നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സുമായിട്ട് അപ്പോളോ ടയേഴ്സ് പുറത്തേക്ക് വരുന്നു. എല്ലാവർക്കും കാശാണ് ഇപ്പോൾ റേസ് ചെയ്യേണ്ടത്. കാരണം അവർ ലിക്വിഡിറ്റി ക്രഞ്ച് ഫേസ് ചെയ്യാണ്. അത് നീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബയോകോണിന്റെ ബാങ്ക് ഓഫ് അമേരിക്ക ബയോകോണിന്റെ 2,78,822 ഷെയറുകൾ 413 രൂപ 80 പൈസക്ക് വാങ്ങിയിരിക്കുന്നു. ബാങ്ക് ഓഫ് അമേരിക്ക ഇന്ന് ബൾക്ക് ഡീൽ പ്രകാരം കുറേ സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് ബയോകോൺ ആണ്. 2,72,000 ഷെയറുകളാണ് മേടിച്ചിരിക്കുന്നത്. 413 രൂപ നിലവാരത്തിലാണ് മേടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ DCB ബാങ്കിന്റെ ഷെയറുകളും അവർ വാങ്ങി. DCB ബാങ്കിന്റെ ഷെയറുകൾ മോത്തിലാൽ ഒസ്വാളാണ് മേടിച്ചിരിക്കുന്നത്. 1.60% ഷെയറുകളാണ് മൊത്തം ഷെയറിന്റെ 1.60% ഷെയറുകൾ മോത്തിലാൽ ഒസ്വാൾ വാങ്ങിയിരിക്കുന്നു. വാങ്ങിയ കാശ് 81 രൂപ 90 പൈസയാണ്. ഇത് ആ സ്റ്റോക്കിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് റിഫ്ലക്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റന്നാൾ റിസൾട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ് DCB ബാങ്ക്, ഓർമ്മിക്കണം. ഡോക്ടർ റെഡ്ഡീസിന്റെ ഷെയറുകളും ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങിയിട്ടുണ്ട്. 38,882 ഷെയറുകളാണ് വാങ്ങിയിരിക്കുന്നത്. 4,634 രൂപ വെച്ചിട്ടാണ് ബാങ്ക് ഓഫ് അമേരിക്ക ഡോക്ടർ റെഡ്ഡീസിന്റെ ഷെയർ വാങ്ങിയിരിക്കുന്നത്. HULന്റെ ഷെയറുകൾ ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങിയിരിക്കുന്നു. 2,197 രൂപ പ്രകാരമാണ് 1,91,882 ഷെയറുകൾ BOA വാങ്ങിയിരിക്കുന്നത്, ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങിയിരിക്കുന്നത്. HDFCയുടെ ഷെയറുകൾ ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങിയിട്ടുണ്ട്. 1,781 രൂപ 10 പൈസ വെച്ചിട്ടാണ് 2,46,983 ഷെയറുകൾ ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങിയിരിക്കുന്നത്. ഇൻഡിഗോയുടെ ഒരു ബോർഡ് മീറ്റിംഗ് വരുന്നു 10-ാം തീയതി ആഗസ്റ്റ് 10-ന്. മെയിൻ ഇഷ്യൂ ഫണ്ട് റൈസിംഗ് തന്നെയാണ്. അതെങ്ങനെ വേണം, ഇക്വിറ്റി വഴിയാണോ ഡെപ്റ്റ് വഴിയാണോ NCDs ആണോ, എങ്ങനെയാണ് റൈസ് ചെയ്യേണ്ടത്? കാരണം ആ കമ്പനിയും ഒരുപാട് ഡെപ്റ്റ് ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറുന്നു. ഈ അടുത്ത കാലത്താണ് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള അല്ലെങ്കിൽ ഉയർന്ന തസ്തികകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാലറിയിലെ 30 മുതൽ 60% വരെ കട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻഡിഗോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനോക്സ് ലെഷർ ഇന്ത്യയിലെ രണ്ടാമത്തെ മൾട്ടിപ്ലക്സ് ഓണേഴ്സാണ് ഇനോക്സ് ലെഷർ. ഇവർ 250 കോടി രൂപയുടെ ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് പുറത്തേക്ക് വരുന്നു. റൈറ്റ് ടു പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഒക്കെയാണെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കമ്പനിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജുബിലന്റ് ലൈഫ് സയൻസിന്റെ ഷെയറുകൾ ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങിയിട്ടുണ്ട്. 4,03,761 ഷെയറുകളാണ് ജുബിലന്റ് ലൈഫിൻ്റെത് വാങ്ങിയിരിക്കുന്നത്. 835 രൂപ 45 പൈസ വെച്ചിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. മാക്സ് ഫിനാൻഷ്യൽസിനെ സംബന്ധിച്ചിട്ട് പ്രധാന വാർത്ത, അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആയിട്ടുള്ള മാക്സ് വെഞ്ചേഴ്സ് 61 ലക്ഷം ഷെയറുകൾ വിറ്റിരിക്കുന്നു. അതായത് 2,02% ഷെയറുകളാണ് വിറ്റിരിക്കുന്നത്. പ്രൊമോട്ടറാണ് വിറ്റിരിക്കുന്നത്. 53.5 എന്ന നിലവാരത്തിലാണ് വിറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ 61 ലക്ഷം ഷെയറുകളാണ് വിറ്റിരിക്കുന്നത്. 535 രൂപ 18 പൈസ വെച്ചിട്ടാണ് വിറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ മെംഫിസിന്റെ ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങിയിരിക്കുന്നത് 1,103.85 രൂപ വെച്ചിട്ട് 1,48,000 ഷെയറുകൾ ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങിയിട്ടുണ്ട്. പിന്നെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിന്റെ ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. ഏറ്റവും വലിയ യൂറിയ പ്രൊഡ്യൂസറാണ്, ഏറ്റവും വലിയ ഫെർട്ടിലൈസർ, രണ്ടാമത്തെ ഇന്ത്യയിലെ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസറാണ് NFL. അവരുടെ ഈ പറയുന്ന യൂറിയ പ്രൊഡക്ഷൻ 1.88 മില്യൺ ടൺ ആയിട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ള വാർത്ത കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. പെട്രോനെറ്റിന്റെ ഷെയറുകൾ ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങിയിരിക്കുന്നു. 246 രൂപ 95 പൈസ പ്രകാരമാണ് ബാങ്ക് ഓഫ് അമേരിക്ക 7,07,962 ഷെയറുകൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഷെയറുകളൊക്കെ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു എന്നും നമുക്ക് ഇന്നത്തെ ഡാറ്റ ബൾക്ക് ഡീൽ ഡാറ്റ മനസ്സിലാവും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ വളരെ പോസിറ്റീവായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത US മാർക്കറ്റ്. അതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിൽ നിന്ന് പോസിറ്റീവ് ഓപ്പണിംഗ് കണ്ടത്. അതായത് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും വളരെയേറെ ഒരു ഫൈനലൈസ് ഈ ആഴ്ച അവസാനത്തോടു കൂടി ഒരു സ്റ്റിമുലസ് പാക്കേജിന്റെ ഫൈനൽ രൂപം പുറത്തു വരുമെന്ന് പറയുന്നു. $600 പെർ വീക്ക് തൊഴിലില്ലാ വേതനമായിട്ട് കൊടുക്കാനുള്ള പദ്ധതിയിൽ അവർ ഒന്നിച്ചു വരും എന്നുള്ള കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് വളരെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. അതുപോലെ ഇന്നലെ വാൾട്ട് ഡിസ്നിയുടെ റിസൾട്ട് ആയിരുന്നു ഇന്നലെ US മാർക്കറ്റിൽ. ആ ഷെയർ 9% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ അതായത് നോൺ ഫാം പ്രൈവറ്റ് സെക്ടറിൽ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെടാത്ത മറ്റു പ്രൈവറ്റ് സെക്ടറുകളിലുള്ള ജോബ് ഡാറ്റ ഇന്നലെ US പബ്ലിഷ് ചെയ്തു. ഒരു 10 ലക്ഷം തൊഴിലുകൾ നഷ്ടപ്പെടും എന്നുള്ള രീതിയിലായിരുന്നു എക്കണോമിസ്റ്റുകൾ പ്രവചിച്ചിരുന്നത്. പക്ഷേ വെറും 1,67,000 ജോബുകളുടെ നഷ്ടമാണ് കാണിച്ചത്. അതും വിപണിക്ക് സഹായകമായി, അതും പോസിറ്റീവ് നോട്ടിലേക്ക് ക്ലോസ് ചെയ്യാൻ സഹായിച്ചു. യൂറോപ്പ് പോസിറ്റീവായിരുന്നു. പക്ഷേ ഇന്ന് യൂറോപ്പ് ബാങ്കിന്റെ ഒരു എടുത്തു നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവായിട്ട് വന്നു. ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വന്നു. ടിക്ടോക്ക് പോലുള്ള അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ നിരോധിക്കും എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള പ്രസ്താവനകൾ തീർച്ചയായിട്ടും നമ്മുടെ ചൈനീസ് വിപണികളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ന്യൂസുകൾ വരുന്നത്. നാളത്തെ റിസൾട്ട്, ഇന്നത്തെ റിസൾട്ടൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് പറഞ്ഞു. ഈ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ചാൻസസ്, നാളത്തെ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു ട്രേഡിംഗ് ദിവസം നിങ്ങൾക്ക് നേരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം. കാരണം ഫിനാൻഷ്യൽ ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പം വ്യൂസ് കറക്റ്റായാൽ മാത്രമേ നമുക്കും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ വരുള്ളൂ. അപ്പം ചാനൽ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക. പിന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.